ചെയ്യില്ല, നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഇങ്ങനെ പറയുന്ന ആളുകളോടുള്ള ആ ഒരു പ്രവണതയോട് എന്താ നിനക്ക് തോന്നുന്നത്? നമ്മൾ ഓരോരുത്തരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ഭരണം വരണം, എങ്ങനെ അതിനെ മാറ്റി നമ്മുടെ ഇവിടുത്തെ ഓരോ എന്താ പറയുക സിസ്റ്റത്തെ മാറ്റിമറിക്കണമെങ്കിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദി പീപ്പിൾ ആണല്ലോ. അപ്പൊ അതില് നമ്മളുടെ ഒരു പങ്ക് വലിയതാണ്. അപ്പൊ നമ്മളത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതെ. ഈ എങ്ങനെ തോന്നുന്നു മറ്റേ ഈ ഇലക്ഷന് എല്ലാ പാർട്ടിക്കാരുടെയും പ്രചരണങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ, ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഇത്തവണത്തെ ഒരു വൈബ് എങ്ങനെയുണ്ട്? ഇത്തവണത്തെ വൈബ് ഭരണമാറ്റം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വരുമായിരിക്കും മേ ബി. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ആരൊക്കെയോ പറയുന്നതായിട്ടിരുന്നു ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നിട്ട് 10-20 വർഷമായിട്ടുണ്ട്. എന്നിട്ടും ഇനിയിപ്പോ പുതുതായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പലരും അതാണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ചില എന്താ പറയാ അവരുടെ ചിഹ്നത്തെ വർണ്ണിക്കുന്നൊക്കെ കാണുമ്പോൾ ശരിക്കും കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര വിവരമുള്ള ഭയങ്കര പൊളിറ്റിക്കൽ എന്താ പറയുക ആറ്റിറ്റ്യൂഡുള്ള വിഷനുള്ള ഒരുപാട് ലീഡേഴ്സിനെ കാണാൻ പറ്റി. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പം ഫാത്തിമ തഹ്ലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പേരാമ്പ്രയിൽ മത്സരിക്കുന്ന അവരൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലേഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയാ ഇപ്പോ യൂത്തിന് മുന്നോട്ട് വരണം എന്നാണോ? കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ പ്രായമുള്ളവർ തന്നെ, ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇവര് തന്നെ നിക്കണം എന്നും പറയുന്നുണ്ട്. വേണ്ട, കാരണം 80 വയസ്സിന് മേലെയുള്ളവരുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം യങ്സ്റ്റേഴ്സിന്റെ അത്രക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം യൂത്ത് വരട്ടെ. കാരണം 80+ ആയിട്ടുള്ളവരൊക്കെ നിൽക്കുന്നത് ശരിക്കും അവര് റിട്ടയർമെന്റ് സമയമായി. ഇത് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാം, ഉപദേശം നൽകി ഉപദേഷ്ടാവായിട്ടിരിക്കാം. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരണം. എന്നിട്ട് ഇവിടെ നല്ല ഭരണമാറ്റം കാഴ്ചവെക്കണം. ഒരുപാട് വികസനം വരണം, രക്ഷപ്പെടണം. കേരളം ഇങ്ങനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടണം.